എങ്ങനെയാണ് തിങ്കിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കുന്നത്? ഈ യൂസിഡിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതായത് നമുക്ക് ഈ തിങ്കിൽ മോക്ക് ടെസ്റ്റിന് ഇട്ട് അതേ ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് യൂസിഡ് എക്സാം എഴുതാം. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്കൊന്നും ലാസ്റ്റ് ഒക്കെ ആയപ്പം കുട്ടികളെല്ലാവരും യൂസിഡ് പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നമുക്ക് ആൻസേഴ്സ് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പം ലാസ്റ്റ് ആയപ്പം തിങ്ക് നേരെ സീഡിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് തരൽ തുടങ്ങി. അപ്പം അത് ആരും ചെയ്യില്ല, അത് അവസാനമൊക്കെ ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഈ യൂസിഡ് ചെയ്ത് ലാസ്റ്റ് എല്ലാവർക്കും നല്ല മാർക്കിട്ട് തുടങ്ങിയപ്പം പിന്നെ നോക്കുമ്പം തീരെ കണ്ടുപരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെയാണത് മനസ്സിലായത് അവരത് സീഡിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. അപ്പം ചുമ്മാ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മോക്ക് ടെസ്റ്റ് കൊടുക്കാം എന്നല്ല, അവർ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മൾ സ്വയം എത്രത്തോളം ഡെവലപ്പായി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവർ സീഡിലത്തെ ക്വസ്റ്റ്യൻസും ഇട്ട് നമ്മളെ എന്താ പറയുക ഒന്ന് ക്വസ്റ്റ്യൻ അടിപ്പിച്ചു. കളിയൊന്ന് മാറ്റി. ടൈം മാനേജ്മെന്റ് അത് നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ വീട്ടിലിരുന്ന് സ്വന്തം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്താലും സമയം നമ്മൾ കൂടുതൽ എടുക്കും. അത് വീട്ടിലാണ്, ആരും നോക്കാനില്ല, ആ ഒരു ഇതുണ്ടോ. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ട്. സ്റ്റുഡൻസ് അടുത്തുണ്ട് ആൻഡ് എവ്രി വൺസ് റൈറ്റിംഗ് എൻ എക്സാം. അതിൻ്റെ ആ ഒരു ഓൾമോസ്റ്റ് സെയിം അറ്റ്മോസ്ഫിയർ കിട്ടും. വെരി ക്ലോസ് ടു ദി ആക്ച്വൽ. അതെ, അത് കിട്ടും. ആൻഡ് ആ ഒരു പ്രഷറിലും എത്ര നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാം, എത്ര നന്നായിട്ട് നമുക്ക് അതിൽ വരയ്ക്കാൻ പറ്റും. ടീച്ചേഴ്സ് ലൈക്ക് ചുമ്മാ മാർക്ക് ഇടലല്ല, ഇതിലെന്തൊക്കെയാണ് നല്ലത് ഏതാണെന്നും എന്തൊക്കെയാണ് ഇനി മാറ്റേണ്ടതെന്നുള്ളതെല്ലാം കോമെന്റ്സ് അവരവിടെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും. എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും അവർ നല്ലതുപോലെ തന്നെ എഴുതും. വെരി ഗുഡ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല. നല്ലപോലെ അപ്രോച്ച് ചെയ്തവർക്ക് മാത്രമേ വെരി ഗുഡ് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിൻ്റെയും NIDൻ്റെ ഒക്കെ ഡ്രോയിങ് ആണ് നമ്മൾ മെയിനായിട്ട് മാർക്ക് നോക്കൽ. ഇപ്പോൾ ലൈക്ക് പാർട്ടി എന്ന് പറയുമ്പം GK കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ്. അപ്പം നമുക്ക് ഒരിക്കലും എന്താ പറയുക ഇന്ന ക്വസ്റ്റ്യൻ ആണ് വരിക, അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷേ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അവിടെയാണ് അധികം നമ്മൾ പിടിക്കാൻ നോക്കില്ല. എസ്പെഷ്യലി NIDയിലൊക്കെ ഡ്രോയിങ് ആണ് മെയിൻ. അപ്പം ഫസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 48, 52 അത്രയൊക്കെ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ലാസ്റ്റിലോട്ട് എത്തിയപ്പം അത് 63, 64 പോയി. അപ്പം there was an improvement. പ്രിപ്പറേഷൻസ് ആയിട്ട്, അതായത് മോക്കിന് മുന്നേ ഒരു ദിവസം മോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ തലേദിവസം എങ്ങനെയാണ് ഇപ്പം 100 ഡേയ്സിൽ എങ്ങനെയാണ് 100 പ്രിപ്പയർ ചെയ്യാറില്ല? ജനറലി എങ്ങനെയാണ്? വരക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് GK എല്ലാം നോക്കും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും സ്ട്രോങ് പോയിന്റ് ഏതായിരുന്നു 100യുടെ? ഡ്രോയിങ് ഡ്രോയിങ് തന്നെയായിരുന്നു. ഓക്കെ.